ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സംഭവം വേറെ ഒന്നുമില്ല, എനിക്ക് പനിയായിരുന്നു ആൻഡ് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലിങ്ങനെ വീഡിയോ ഒന്നും ഇട്ടില്ല. സോ ഇപ്പോൾ ഞാൻ വീണ്ടും പവറിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ട്യൂഷനിൽ എക്സാം ഉണ്ട്, സോ അതിന് പോകണമെന്നാണ്. ആൻഡ് അന്നത്തെ ആ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ തുടക്കത്തിൽ തന്നെ ഭയങ്കര മഴയിനി. പിന്നെ ആസ് ഓൾവേസ് ഞാൻ എൻ്റെ BMW പോണത്, എൻ്റെ സൈതൽപ്യാക്കൻ്റെ BMW. സോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാവിലെ കാക്കൻ്റെ വണ്ടിയിലാണ് പോവുക. പിന്നെ മാത്സ് ആണ് എക്സാം ആൻഡ് ഞങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് അവിടുന്ന് ട്യൂഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി ആൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ. അപ്പോൾ പോണ വഴിക്കൊക്കെ ഭയങ്കര മഴ ഇതിങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിന്. സോ ഇത് ഞങ്ങൾ ട്യൂഷനിലേക്ക് പോണ വഴിയാണ്. കുട്ടികൾ പോണതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ വീഡിയോ എടുക്കൽ ക്വാളിറ്റി കൊണ്ട് തന്നെ തീരെ ഷെയ്ക്കില്ല, പിന്നെ വണ്ടിയിലായതുകൊണ്ടാണത്. അപ്പോൾ ഇതാണ് നമ്മളെ ട്യൂഷൻ സെൻറ്റർ ആൻഡ് നമുക്ക് ഫോൺ അങ്ങനെ എടുക്കാൻ പറ്റില്ല, അവിടെ ഓഫീസിൽ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇറങ്ങി. അന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, റീലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും. അപ്പോൾ ആദ്യത്തേക്ക് ലിപ്സ്റ്റിക്ക് ഇടണം, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇതാണ് എൻ്റെ അതും ആൻഡ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് എക്സാം കഴിഞ്ഞവിടെ നിന്നതാണ്. ഞാനും പറഞ്ഞു ഞങ്ങളൊരു ഫോട്ടോ അങ്ങനെ ഞങ്ങൾ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ പോയത്. അപ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ മേലെന്ന് എന്തോ വീണത് കണ്ടു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ കിളിയാണ്. ഇതിനെന്താ പറയുക, അങ്ങാടി കിളിയോ എനിക്കറിയില്ല അതിൻ്റെ പേര്, അങ്ങനെ എന്തോ ആണ്. സോ ഇവിടെ പിന്നെ കുറേ ഫ്ലവേഴ്സ് കണ്ടു, പല പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ വ്ളോഗില് അടിപൊളിയാണ് നമ്മളെ വ്ളോഗൊക്കെ. നിങ്ങൾ രണ്ടാളും ബൈ ബൈ. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. ഇനി റെസ്പോൺസിബിൾ ചൈൽഡ് ആയതുകൊണ്ട് ഞാനാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ അന്ന് വാങ്ങിയത്. എന്നിട്ട് ഞാൻ ഓട്ടോയിൽ കയറിയാണ്ട് പോണ വഴിക്കുള്ള കുറച്ച് ഷോ ആണിത്. സോ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോണ വഴി, വെട്ടുതോട് എന്ന് പറയും, അതാണ് കേട്ടത്. ആൻഡ് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പൂമ്പാറ്റ ഉണ്ടായിരുന്നു. പൂമ്പാറ്റകളെ കാണലൊക്കെ കുറച്ചായിട്ട് റെയറായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇത് തന്നെയാണോ അത് കരലൈ വൈറ്റ് കളറിനെ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർഫ്ലൈസിനൊക്കെ. ആൻഡ് അത് കഴിഞ്ഞാണ്ട് ഞാൻ ഭയങ്കര ഒരു ഡീമൺ സ്ലെയർ ഫാനാണ്. അപ്പോൾ ഞാൻ ഡീമൺ സ്ലെയറിൻ്റെ പുതിയ ഇൻഫിനിറ്റി കാസിൽ മൂവി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട് അയച്ചെന്നപ്പോൾ ഞാനത് ഡൗൺലോഡാക്കി അതിരുന്ന് കണ്ടു. ഫുൾ അതിരുന്ന് കാണലേനു. ആൻഡ് എന്താ പറയുക, അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, സെറ്റാണ്, വൈബാണ്, അടിപൊളിയാണ്. അങ്ങനെ കുറേ നേരം അത് കണ്ടു. എനിക്കിങ്ങനെ ഫോണൊക്കെ കാണുന്നതിടയിൽ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ വേണം. ഇങ്ങൾക്കും ഉണ്ടായ ശീലങ്ങൾ, പക്ഷെ അന്ന് തിന്നാനൊന്നുമില്ലേനു ഇവിടെ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡയറി മിൽക്ക് ഓറിയോ വാങ്ങിനു. അപ്പോൾ അത് കഴിച്ചു. ആൻഡ് ഇത് എൻ്റെ 2-3 വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കസിൻ്റെ ബേബിയാണ്, എൻ്റെ നെഫ്യൂ ബോയ് ആണത്. ഹാദിസാൻ എന്നാണ് പേര്. അപ്പോൾ മൂപ്പർക്കൊരു വണ്ടി ഉണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ തള്ളി കളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഭയങ്കര പവറാണ്, ഫുൾ ഉന്താനൊക്കെ തുടങ്ങി. അതിലിരിക്കൊന്നുമില്ല, പക്ഷെ ഫുൾ ഉന്തിയാണ്ട് ഇതാക്കും. പിന്നെ ഞാൻ എൻ്റെ നീസ നെഫ്യൂവിൻ്റെ കൂടെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതിലിങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കുന്നു. ഓനാണെങ്കിൽ ബക്കറ്റ് കയറി കുത്തിറന്നാണ്ട് ഫുൾ വെള്ളത്തിൽ കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ, ഭയങ്കര ചിരിച്ചിങ്ങനെ ഇരിക്കണ്ടേന്. അതിൻ്റെ അടുക്ക് വേറെ ആരോ വരുന്നത് കണ്ടപ്പോൾ ഫുള്ള് മുഖം കണ്ട് അങ്ങോട്ട് ചേഞ്ചായി, വേറൊരു എക്സ്പ്രഷനൊക്കെ കണ്ട് മാറി. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ IT ഒരു വർക്ക്ഷീറ്റും അങ്ങനെ പിന്നെ ഒരു നോട്ട്സൊക്കെ എഴുതാനുണ്ടായിന്. ഞാൻ ഈ വർക്ക് മാത്രമേ ആകെ IT ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫുൾ എങ്ങനെയൊക്കെ സ്കിപ്പായി പോയി. ആൻഡ് നെക്സ്റ്റ് എക്സാമിനുള്ളത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ അന്ന് ഞാൻ പഠിച്ചില്ല. ഞാൻ എൻ്റെ നെഫ്യൂ ആൻഡ് നീസിൻ്റെ കൂടെ കളിച്ചിരുന്നു. അതായിരുന്നു അന്ന് നടന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വലിയ ആളെ കണ്ട് എടുത്ത് കാണിക്കണം കണ്ട് അത് പഠിച്ചു ഇത് പഠിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ എക്സാം കഴിഞ്ഞ മാത്സ് എന്തിനാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. ഫിസിക്സും ഹിന്ദിയാണ് നെക്സ്റ്റ് എക്സാം ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ എഴുതി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെത് മിസ്സ് പറഞ്ഞു തന്ന പോയിൻ്റൊക്കെ. എൻ്റെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി ഓനെ കെടുത്തി ഉറക്കാൻ വേണ്ടിയിട്ട് തൊട്ടിലിലിട്ടു. പക്ഷേ മൂപ്പര് ഉറങ്ങണില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചിരിച്ചിങ്ങനെ കെടുക്കുക. ഇപ്പോൾ കുറച്ച് പല്ലും വരലും തുടങ്ങിക്കണം. അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. നമുക്ക് വൈക്ക് പറയാനൊന്നും തോന്നില്ല. ആ ചിരി അങ്ങോട്ട് കണ്ടാൽ പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നില്ല. ഫുള്ളിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞാണ് തൊട്ടിലിലൊക്കെ കിടക്കുക. എന്തൊരു രസമാണ് ചിരി കാണാൻ.
ഞാനും നേരത്തെ കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇവൻ 12 മണി കഴിഞ്ഞാലേ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിങ്ങനെ കിടക്കും. അതിൻ്റെ അത് കഴിഞ്ഞ് അന്നാണ് എനിക്ക് പനീൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചിക്കൻ കറി ഉണ്ടായിട്ട് പോലും ഞാൻ കഞ്ഞിയും ആ സാധനമാണ് തിന്നത്. പിന്നെ ഇവൻ കിടന്നുറങ്ങേണ്ട ആളാണ്. ടൈം ഇപ്പോൾ 11 മണി എത്ര ആയാണ്, എന്നാലും കിടന്നുറങ്ങൂല. ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, കോട്ടുവായടുണ്ട്, പക്ഷെ എന്നാലും അവൻ കിടന്നുറങ്ങൂല. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ രാവിലത്തെ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ കൂടെ സ്കൂൾക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു തുമ്പിനെ കണ്ടു. ആൻഡ് ആ തുമ്പി ഒരു സ്പൈഡർ വെബിൽ കുടുങ്ങി കിടക്കുകയും ആൻഡ് ആ സ്പൈഡറിനെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു അതിശയമായി തോന്നിയപ്പോൾ ഞാനത് വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വ്ളോഗ്. ബൈ.